കഴിഞ്ഞ വർഷം നവംബറിൽ മോചിപ്പിച്ച ചില ബന്ദികളെ പരിശോധിച്ച ഡോക്ടർമാരുമായും അതുപോലെ ഇടയ്ക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇടപെടലിൽ മോചിക്കപ്പെട്ട ചില തടവുകാരുമായെല്ലാം ചില മനുഷ്യാവകാശ സംഘടനകൾ നടത്തിയ അഭിമുഖത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വരുന്നത്. കൊച്ചുകുട്ടികളെ അതിഭീകരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന ഈ ഹമാസ് തീവ്രവാദികൾ മുതിർന്ന പൗരന്മാരെ അവരുടെ മുന്നിൽ വെച്ച് കൊല്ലുന്നതും അതുപോലെ അവരെ മാനസികമായി അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് പെട്ടെന്ന് അമിതമായി കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ ആകെ മാറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും. അതുപോലെ ഓരോ കൊച്ചുകുട്ടികളെയും മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുക, ഇത് എല്ലാ കുട്ടികളിലും ഒരു ഭീതി വളർത്താനാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ തടങ്കലിരിക്കുന്ന സ്ത്രീകളും പ്രായമായവരും ഒക്കെ തന്നെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ സമർപ്പിക്കാനിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് ഇതിൽ എന്താണ് നടപടി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും ഒരു കാര്യവും വ്യക്തമാക്കാൻ കഴിയുകയില്ല. കാരണം എല്ലായ്പ്പോഴും ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ച് ഇസ്രായേൽ അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇസ്രായേലിനെതിരെ എന്ത് പ്രമേയം വന്നാലും അതെല്ലാം തന്നെ കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളതും. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൻ്റെ ഭാവി എന്താകും എന്നറിയില്ല.